ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ പൊരുത്തവും വാങ്ങണം, മരിച്ചവരുടെ പൊരുത്തവും വാങ്ങണം. ആദ്യം മരണപ്പെട്ടവരെ കുറിച്ച് പറയാം. മരണപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, വല്ല അബദ്ധങ്ങളും നമ്മുടെ ഓർമ്മയിൽ അവരോടായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പൊരുത്തപ്പെടുന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഒരുപാട് ഖൈറാത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ ഹദിയ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരന്നാൽ ഒരു പക്ഷെ പൊരുത്തം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാതാപിതാക്കളോട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയാൽ ഒരു പക്ഷെ നമുക്ക് പൊരുത്തം കിട്ടും. അതേസമയത്ത് ഉസ്താദുമാരോട് അദബുകേട് സംഭവിച്ചാൽ ഖബറിൻ്റെ അടുത്ത് എവിടെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധിക്കണം എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മൂജിബു ദാരിസ്സലാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം നാസിർ റളിയല്ലാഹു അൻഹു അക്കാര്യം വിശദമായി പറയുന്നുണ്ട്. രണ്ടാമത്തത്, മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ, അവരുടെ വഴി വന്ന കുടുംബങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഉപ്പന്റെ ജ്യേഷ്ഠൻ മൂത്താപ്പ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി മൂത്തമ്മ. ഈ ബന്ധം നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഉപ്പ ഇല്ലെങ്കിൽ ആ ബന്ധമില്ലായിരുന്നു, ഉമ്മ ഇല്ലെങ്കിൽ ആ ബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ആ ബന്ധം തുടരണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ബന്ധം തുടരണം. ഇളയപ്പ മൂത്താപ്പന്മാരോടൊക്കെ ഭയങ്കര ബന്ധമായിരിക്കണം. ഉപ്പ ബഹുമാനിച്ച എല്ലാരെയും ബഹുമാനിക്കണം, ഉപ്പ സ്നേഹിച്ച എല്ലാരെയും സ്നേഹിക്കണം. പണ്ട് റമദാനിലൊക്കെ അവര് വന്നാൽ ഉമ്മ പ്രത്യേകം എല്ലാവർക്കും 10 രൂപ കൊടുക്കുന്നെങ്കിൽ അവർക്കൊരു 100 രൂപ കൊടുക്കുന്നത് ഈ മോള് കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഉമ്മനോട് ബഹുമാനം സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ 100 കൊടുക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആ ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഒരു വസീലയാണ്.